ബസ്സിൽ വെച്ച് ലൈംഗിക അതിക്രമം നടത്തിയെന്ന വ്യാജ ആരോപണത്തെ തുടർന്ന് കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക് ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് കുന്നമംഗലം 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ നിർണായക വെളിപ്പെടുത്തൽ പുറത്തുവന്നിരിക്കുന്നു. ജിംഷിദയുടെ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നു. ഭാരതീയ ന്യായ സംഹിതയിലെ 108-ാം വകുപ്പ്, അതായത് ആത്മഹത്യ ചെയ്യാനുള്ള പ്രേരണ കുറ്റം ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 10 വർഷം വരെ ജയിൽ ശിക്ഷ അനുഭവിക്കാവുന്ന കേസ് ആണ് ഇത്. കുന്നമംഗലം 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യാപേക്ഷ ഷിംജിതയുടേത് തള്ളിയിരിക്കുന്നത്. ബോധപൂർവം പ്രതി കുറ്റം ചെയ്തതാണെന്ന് പ്രോസിക്യൂഷൻ ബാധിച്ചു. പ്രതിക്ക് മോശമായ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ബസ്സിലെ ജീവനക്കാരോട് പറയുകയോ ബഹളം വെക്കുകയോ ചെയ്യാമായിരുന്നു. മറ്റൊന്ന്, ബസ്സിലെ CCTVയിലെ അസ്വാഭാവികമായ ഒരു ദൃശ്യവും കിട്ടിയിട്ടില്ല. വിദ്യാഭ്യാസമുള്ള ഷിംജിത ഈ സംഭവം നടന്നതിനു ശേഷം പോലീസിൽ പരാതിപ്പെടുകയോ ചെയ്തിട്ടില്ല എന്നത് മനഃപൂർവ്വം കരുതിക്കുട്ടി ചെയ്തതാണെന്ന വാദം കൂടുതൽ ശക്തിയുള്ളതാക്കി തീർത്തു. എന്നാൽ എതിർഭാഗം ദീപക്കുമായി യാതൊരുവിധ മുൻപരിചയമോ വൈരാഗ്യമോ ഇല്ലാത്ത സാഹചര്യത്തിൽ കരുതിക്കൂട്ടി ചെയ്ത ആത്മഹത്യാ പ്രേരണയല്ല എന്ന വാദത്തിൽ ഉറച്ചു നിന്നു. എന്നാൽ പ്രതിഭാഗത്തിന്റെ വാദത്തെ പൂർണ്ണമായി തള്ളിക്കൊണ്ട് ഷിംജിതയുടെ ജാമ്യാപേക്ഷ തള്ളുകയായിരുന്നു. കേസന്വേഷണത്തിന്റെ പ്രാരംഭഘട്ടമായതിനാൽ അറിയപ്പെടുന്ന ജനപ്രതിനിധി കൂടിയായിരുന്ന ഷിംജിത സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടാകും എന്ന വിലയിരുത്തലിലാണ് ഷിംജിതയുടെ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരിക്കുന്നത്. അബറ്റ്മെന്റ് ഓഫ് സൂയിസൈഡ്. ആത്മഹത്യ ഒരു കുറ്റമല്ല, എന്നാൽ ആത്മഹത്യാ പ്രേരണ ഒരു കുറ്റമാണെന്ന് ഓർക്കുക.